നമസ്കാരം ഹരിച്ചേട്ടാ. നമസ്തേ. ഹരിച്ചേട്ടാ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് പ്രവാസി ദിനമാണ്. നമ്മുടെ പ്രവാസികൾ കേരളത്തെ നിലനിർത്തുന്നതിൽ അവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു പുതിയ വിഭാഗം പ്രവാസികൾ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. അത് മറ്റാരുമല്ല, വിദ്യാർത്ഥി പ്രവാസിയാണ്. ഈ ഒരു പ്രവണത, ഇതിൻ്റെ പുറകിൽ ഒരു അപകടമുണ്ട് എന്ന് ചില സൂചനകളുണ്ട്. എന്തൊക്കെയാണ് ചേട്ടാ അതിൻ്റെ വിശദാംശങ്ങൾ? പ്രശാന്ത് പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ആയിരങ്ങളല്ല, എല്ലാ വർഷവും പ്രതിവർഷം അതായത് 1,00,000-ഓളം വിദ്യാർത്ഥികളാണ് കേരളം വിടുന്നത്. അവർ മുഖ്യമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അവിടെ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല പോകുന്നത്, അവിടെ ഒരു തൊഴിലൂടെ അന്വേഷിച്ചാണ് അവർ പോകുന്നത്. തൊഴിൽ സാധ്യതയാണ് വിദ്യാഭ്യാസത്തിനായി അവിടം തിരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഈ വൻതോതിൽ പുറത്തേക്കുള്ള ഈ ഒഴുക്ക് കേരളത്തിന് രണ്ട് രീതിയിലാണ് നഷ്ടം സംഭവിക്കുന്നത്. ഒന്ന്, വിലയേറിയ ചെറുപ്പക്കാരുടെ, അതായത് ഹ്യൂമൻ റിസോഴ്സസ് നഷ്ടപ്പെടുകയാണ്. ജോലി ചെയ്യാൻ കഴിവുള്ള, ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, അധികം ആശുപത്രിയിൽ പോയി മരുന്നിന് വേണ്ടി പൈസ ചെലവാക്കേണ്ടാത്ത പ്രായത്തിലുള്ള ചെറുപ്പക്കാർ കേരളം വിട്ടുപോകുന്നു. ഒന്നാമത്തെ നഷ്ടം. രണ്ടാമത്തെ നഷ്ടം, ഈ പോകുന്നവര് പിന്നെ ഓക്സ്ഫോർഡിലേക്കോ കേംബ്രിഡ്ജിലേക്കോ അതല്ലെങ്കിൽ അമേരിക്കയിലെ പ്രശസ്ത സർവകലാശാലകൾ, ഇപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്കോ ജോൺ ഹോപ്കിൻസിലേക്കോ അതല്ലെങ്കിൽ സ്റ്റാൻഫോർഡിലേക്കോ ഒന്നും അല്ല പോകുന്നത്. അവരൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ കോളേജുകളും സർവകലാശാലകളിലുമാണ് പോകുന്നത്. അവിടെയൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കാനാണ് അവർ പോകുന്നത്, വലിയ ഫീസ് കൊടുത്ത്. അതായത് അവർക്ക് സ്കോളർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ്? മുഖ്യമായിട്ട് രണ്ട് ഘടകങ്ങളുണ്ട്. അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മുടെ വിദ്യാർത്ഥി പ്രവാസികളെ സൃഷ്ടിക്കുന്ന, നമ്മുടെ യുവ പ്രവാസികളുടെ എണ്ണം പ്രതിവർഷവും കൂട്ടുന്ന ഈ പ്രവണതയുടെ കാരണം എന്ന് പറയുന്നത് രണ്ട് അടിസ്ഥാന കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകളാണ്. അതായത് സമൂഹത്തിൻ്റെയും നിലപാടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുണ്ട്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച. ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ്. ആദ്യത്തെ കാരണത്തിലേക്ക് നമുക്ക് പോകാം, അതായത് സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങൾ. ചോദിച്ചോളൂ. ഞാൻ അതാണ് കൂടുതൽ വിശദമാക്കിയാൽ കൊള്ളാമായിരുന്നു. ഈ രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങൾ മുമ്പില്ലാത്ത വണ്ണം കേരളത്തിൽ വലിയ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണോ നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിന് ഇവിടം ഉപേക്ഷിച്ച്, കേരളം ഉപേക്ഷിച്ച് കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക് ഒക്കെ പോകുന്നത്? അതിന് അവർ ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? അതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്? രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് പലപ്പോഴും സാമൂഹിക നിലപാടുകൾ രൂപീകരിക്കുന്നത്. കേരളത്തിലെ ഒരു സാമൂഹിക നിലപാട് ഞാൻ പറയാം. അതൊരു 1980 മുതൽ ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു 20-22 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആൺമക്കളെ കേരളത്തിന് പുറത്തേക്ക് പറഞ്ഞുവിടാനായിരുന്നു കേരളത്തിലെ രക്ഷിതാക്കളുടെ ഒരു വെപ്രാളം. നാട്ടിൽ നിന്നാൽ രാഷ്ട്രീയത്തിൽപ്പെട്ട അവര് നശിച്ചു പോകുമോ? അന്ന് പഴയ കാലത്ത് ചെയ്തിരുന്ന 1980-കളിലും അതുപോലെ 70-കളുടെ അവസാനമൊക്കെ ചെയ്തിരുന്നത്, ഇവരെ പട്ടാളത്തിൽ വിടാൻ നോക്കും. അതല്ലെങ്കിൽ ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഗ്രഫ് എന്ന് പറയുന്ന, ഈ ആലപ്പുഴ ജില്ലയിൽ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവര് ഗ്രഫില് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവർക്ക് ഗ്രഫിൽ പോകാൻ അവർ നോക്കും. ഇനി അതല്ലെങ്കിൽ ബോംബെയിലും ഡൽഹിയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പണ്ട് ബോംബെ ആയിരുന്നു മുഖ്യമായിട്ടുള്ളൊരു സ്ഥലം, അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കും. ഏതെങ്കിലും ബന്ധുവിന്റെ കാല് പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കും. അതിനുശേഷമാണ് പിന്നീട് ഗൾഫ് വന്നതും പാസ്പോർട്ട് എടുക്കാൻ തുടങ്ങി. അതായത് ലോകത്ത് ഒരിടത്തും വിസയ്ക്ക് ആരും കാശ് വാങ്ങിക്കത്തില്ല. ഞാൻ ഗൾഫിൽ പത്രപ്രവർത്തകനായിരുന്ന ആളാണ്. ഗൾഫിലെ നിയമം അനുസരിച്ച് നിങ്ങളെ ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയാണ് വിസ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് അവിടെ ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് ആണ്. പിന്നെ രണ്ടാമത്തേത് നിങ്ങൾക്ക് ഗൾഫിലേക്കുള്ള വിമാനക്കൂലി. പക്ഷെ ഈ വിമാനക്കൂലിയും വിസയ്ക്ക് വേണ്ടി വരുന്ന കൊടുക്കേണ്ട തുകയും പിന്നെ ഒരു അഡീഷണൽ തുകയും അങ്ങോട്ട് കൊടുത്ത് രക്ഷകർത്താക്കൾക്ക് സ്വന്തം മക്കളെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടുക. ലോകത്ത് എവിടെങ്കിലും ഇത് നടക്കും. ഇത് ഞാൻ പറയുമ്പോൾ ചിലർക്കൊക്കെ എന്നോട് ദേഷ്യം തോന്നും. പക്ഷേ ഞാൻ പറയുന്നത് പച്ച പരമാർത്ഥമാണ്. അതായത് ഈ കേരളത്തിലെ കാർഷിക മേഖല തകർന്നു.
കേരളത്തിൽ തൊഴിലില്ല. ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ എന്തൊരു ഭാഗ്യവാന്മാരാണ്. തൊഴിൽ കൊടുക്കേണ്ടത് കേരളത്തിൽ സർക്കാരിന്റെ ചുമതലയല്ലെന്നാണ് സാമാന്യ ജനത്തിന്റെയും ഒരു തീരുമാനം. ഒരിക്കലും സർക്കാർ തൊഴിലില്ലാത്തതിന്റെ പേരിൽ ഇവിടെ കേരളത്തിൽ കൃഷി നശിച്ചു. തെങ്ങ് കൃഷി കൊണ്ട് ജീവിക്കുന്ന ആരുണ്ട്? നെൽകൃഷി കൊണ്ട് ജീവിക്കുന്ന ആരുണ്ട്? അതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും സമരം ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇല്ല. കേരളത്തിലെ കർഷകരെക്കാൾ എത്രയോ അധികം സമ്പന്നരായ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരെ ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഉത്തർപ്രദേശിലെ കർഷകർ അവരെന്തൊരു സമരം ചെയ്യും? സർക്കാരുകളെ അവർ വിറപ്പിക്കും. അതെ. കേരളത്തിലെ സർക്കാരിന് പ്രശ്നമൊന്നുമില്ല. അത് കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും ശരി. അവർക്ക് യുവാക്കൾക്ക് ജോലി കൊടുക്കേണ്ട കാര്യമേ അവരുടെ പ്രശ്നമല്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് ജനങ്ങൾ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കൂടെ വരിക, അതായത് പോലീസ് സ്റ്റേഷനെ സ്വാധീനിക്കുക. പിന്നെ രണ്ടാമത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, താലൂക്ക് ഓഫീസിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ ഇവിടെയൊക്കെ ചില സ്വാധീനങ്ങൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചില സങ്കല്പങ്ങൾ ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത്, ബ്രെയിൻ വാഷ് ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ കുത്തിക്കയറ്റി ഒരു ഉത്തരവാദിത്വമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, സാമൂഹിക രാഷ്ട്രീയ അഭിപ്രായമാണ് കേരളത്തിൽ നിന്ന് ഈ പുറത്തേക്കുള്ള ഒഴുക്കിന് സഹായകരമായത്. മറ്റൊരു സംസ്ഥാനത്തും ആ സംസ്ഥാനത്ത് ജോലിയില്ലെങ്കിൽ അവിടുത്തെ സർക്കാർ തൊഴിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്രയധികം തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ, ചെറുപ്പക്കാർ അതുപോലെ കാർഷിക മേഖല തകരുകയാണെങ്കിൽ, വ്യവസായങ്ങൾ ഇല്ലാതാകുകയാണെങ്കിൽ ഒരിക്കലും ഒരു സർക്കാരിനും നിലനിൽക്കാൻ. പക്ഷെ കേരളത്തിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഒരു 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 പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഈ പണ്ടൊക്കെ കേരളത്തിൽ നിന്ന് പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇതേ ചോദ്യം കേരള സർക്കാരിന്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു, അതായത് പ്രത്യേകിച്ച് CPM-ന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, കേരളം നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, ഇവിടെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങ് വെളിയിൽ ഇറക്കി വിടില്ല. കോഴി കുഞ്ഞുങ്ങളെ മുട്ട അങ്ങോട്ട് അടവെച്ച് അടയിരുന്ന് പിന്നെ വിരിയിച്ചിറങ്ങുന്ന പോലെ ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ പിള്ളേരെ അങ്ങോട്ട് വിരിയിച്ചിടുക. പിന്നെ ലോകത്ത് എവിടെ ചെന്നാലും അവർക്ക് ഒന്നാം തരം ജോലിയില്ലയോ? തൊഴിലുടമകൾ അവർക്ക് വേണ്ടി ഇങ്ങനെ കടിപിടി കൂടുകയാണ്. ഇതുപോലെ മണ്ടത്തരം പറയുന്നത് കേട്ടിട്ട് എല്ലാം കേരളം ഒന്നാം നമ്പർ എന്ന് വിശ്വസിച്ചിട്ട്, കേരളം ഒന്നാം നമ്പർ അല്ല ചേട്ടാ. എനിക്കിതാണ് പറയാനുള്ളത്. അതായത് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അത്ര മഹനീയമൊന്നുമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, പിന്നെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലെ ടോപ്പ് കമ്പനികളിൽ, അതായത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഗൂഗിളിന്റെ പിന്നെ CEO ആയിട്ടിരിക്കുന്ന സുന്ദർ പിച്ചൈ, അതെ. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ സത്യ നാദല്ല, അതല്ലെങ്കിൽ ഇപ്പം ജനറൽ ആറ്റമിക്സിന്റെ വിവേക് കള്ള, ഇങ്ങനെ എത്രയോ പേരുണ്ട്. ഇന്ന് പിന്നെ പെപ്സിയുടെ CEO ആയിരുന്ന ഇന്ദ്ര നൂയി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മലയാളിയുടെ പേര് പറയാം? മലയാളി, എന്റെ ആശാനെ, മലയാളി ജോലി ചെയ്യുന്നതൊക്കെ ഈ മിഡ് ലോ കേഡറിലാണ്. സെയിൽസ്മാൻമാര്, പിന്നെ അതുപോലെ ഫ്ലോർ മാനേജർമാർ സൂപ്പർ മാർക്കറ്റിൽ, ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളാണ് മലയാളികൾക്ക് കൂടുതൽ. 90% മലയാളിയുടെ പ്രവാസം എന്ന് പറഞ്ഞാൽ ഗൾഫായിരുന്നു. അവിടുത്തെ ചെറുകിട ജോലിയാണ് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടുത്തെ കണക്കുകൾ അനുസരിച്ച് 1.5 ലക്ഷം, അതായത് ഒരു 1000 റിയാല്, 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള മലയാളികൾ വളരെ കുറവാണ്. ഒരു 6-7% പോലും ഇല്ല. എല്ലാവരും ചെറിയ ജോലി ചെയ്യുന്നവർ. പിന്നെ നമ്മൾ ഈ കാണുന്ന MA യൂസഫ് അലി, അല്ലെങ്കിൽ പിന്നെ ഗൾഫാർ മുഹമ്മദ് അലി, രവി പിള്ള, ആസാദ് മൂപ്പൻ എന്ന ഒരു 4-5 പേര് കണ്ടിട്ട് നമ്മൾ അങ്ങ് മതിമറന്നിരിക്കുകയാണ്. അതൊക്കെ അപൂർവം ആൾക്കാരാ. ഇപ്പം ഗുജറാത്തികളായ ഖീംജികള് ഒമാനിലെ ഏറ്റവും വലിയ പണക്കാരാണ്. അവർക്ക് ഷെയ്ഖ് സ്ഥാനമുണ്ട്. ഹിന്ദു ഷെയ്ഖുകളാണ് അവര്. അപ്പം നിങ്ങൾ ഈ മലയാളി ഗൾഫിലും അത്ര വലിയ ആളൊന്നും അല്ല. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അതൊരു ഭാഗത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യ ബോധമില്ലായ്മ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞ ഘടകത്തിലേക്ക്, അതും വളരെ പ്രധാനമാണ്, അതിലേക്ക് വരാം. എന്താണ് ചോദിക്കേണ്ടത്? ചോദിച്ചോളൂ. ഞാൻ അതാണ് ആ രണ്ടാമത്തെ ഘടകത്തെക്കുറിച്ച് അങ്ങൊന്ന് വിശദീകരിക്കുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും. അതായത് പറഞ്ഞോളൂ. നമ്മുടെ ചോദിച്ചോളൂ. അല്ല, അങ്ങ് പറഞ്ഞോളൂ. ആ രണ്ടാമത്തെ ഘടകത്തെക്കുറിച്ച് വിശദീകരിച്ചാൽ. ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ പാടെ തകർന്നിരിക്കുക. അതായത് കേരളത്തില് പിന്നെ ഇപ്പോൾ ഏതാണ്ട് ഞാൻ പറയുന്നത് പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലായാലും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഒരുവിധം നിറഞ്ഞ് കവിഞ്ഞ തന്നെ ആളുണ്ട്. പക്ഷേ കേരളത്തിൽ 150ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതായത് ഞാൻ ഈ പറയുന്നത് സെൽഫ് ഫിനാൻസിങ് മേഖലയിലാണ്. ഈ കോളേജുകളിലെ സീറ്റുകളിൽ ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് പത്രങ്ങളിൽ വന്ന ഒരു കണക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോളേജുകളിൽ ഏതാണ്ട് 40% സീറ്റുകൾ വേക്കൻ്റ് ആണ്. അതിപ്പോ ചില കോഴ്സുകൾക്ക് തിരക്കുണ്ട് ഇപ്പോഴും. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ റോബോട്ടിക്സ്, അങ്ങനെയൊക്കെയുള്ള ചില കോഴ്സുകൾക്ക് തീർച്ചയായിട്ടും തിരക്കുണ്ട്. പക്ഷേ ഇവിടെ പല പരമ്പരാഗത എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ആൾക്കാർ വളരെ കുറവാണ്. വിദ്യാർത്ഥികൾ
ഈ കോഴ്സിൽ ചേരാൻ ആവശ്യമുള്ള വിദ്യാർത്ഥികളെ കിട്ടാതെ നിങ്ങൾ ഈ അടുത്ത സമയത്ത് വായിച്ചതാണല്ലോ, തിരുവനന്തപുരത്ത് ഒരു ഓർമ്മയില്ലേ, ഒരു എഞ്ചിനീയറിംഗ് ഉവ്വ്. കോളേജ് ഉടമസ്ഥൻ കോളേജിന് മുന്നിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു. ഒരാഴ്ച കേരളത്തിലെ ഒരാഴ്ച മുമ്പാണ്. ഏതാണ്ട് 14,000-ലധികം സീറ്റുകൾ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണെന്നാണ്. 85,000-ലധികം സീറ്റുകൾ ഉള്ളതിൽ 14,000-ലധികം സീറ്റുകൾ വേക്കന്റ് ആണ്. കേരളത്തിലെ പിന്നെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏതാണ്ട് 20% മാത്രമേ ലാഭകരമായി പ്രവർത്തിക്കുന്നു. ബാക്കി കോളേജുകൾ ഒന്നും തന്നെ ലാഭകരമല്ല. ബാക്കി കോളേജുകൾ പലതും നഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് കോളേജ് ഉടമസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ഇതൊന്നും വലിയ വാർത്തയാകുന്നില്ല. പിന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ എന്ത് റിസർച്ചാണ് നടക്കുന്നത്? ഇപ്പൊ നിങ്ങൾ അമേരിക്കയിലെയൊക്കെ യൂണിവേഴ്സിറ്റികളിലോട്ട് ചെല്ലുമ്പോൾ, നിങ്ങൾ ബെർക്കലി എന്ന് പറയുന്ന സർവകലാശാലയിൽ നിങ്ങൾ ചെന്നാൽ അവിടെ നൊബേൽ സമ്മാനം കിട്ടിയതായിട്ടുള്ള ഒരു 60 അധ്യാപകരുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ എന്ത് റിസർച്ചാണ് നടക്കുന്നത്? ഇവിടെ പലപ്പോഴും ഇവിടെ നടക്കുന്ന റിസർച്ച് പണ്ട് നടത്തിയ റിസർച്ചോ മറ്റെവിടെന്നെങ്കിലും ഉള്ള റിസർച്ചോ കോപ്പി അടിച്ച് നടത്തുന്ന ഒരു ചെറിയ റിസർച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ നമ്മുടെ സമയപരിമിതി മൂലമാണ് ഇത് വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഞാൻ 2 വരി ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നശിപ്പിച്ച 2 സമരങ്ങളാണ് ഞാൻ നോക്കിയിട്ട്. അതായത് 1986-87 നടന്ന പ്രീ ഡിഗ്രി ബോർഡ് സമരം. ആ പ്രീ ഡിഗ്രി ബോർഡ് സമരത്തിൽ പ്രീ ഡിഗ്രി പിന്നെ വേർപെടുത്തുന്നതിനെതിരെ നടന്ന ആ സമരം പിന്നീടുള്ള ഇടത് സർക്കാർ തന്നെ അത് വേർപെടുത്തി. എന്നിട്ട് ഈ സമരം ചെയ്ത SFI കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർത്തു, അത്രമാത്രം. അതിനുശേഷം നടന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കെതിരെയുള്ള ഒരു സമരം ഉണ്ടായി. അതെനിക്ക് തോന്നുന്നു AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു 96-98 കാലഘട്ടത്തിലാണ്. 96-98 കാലഘട്ടത്തിലാണ്. അതിനുശേഷം സമരം നടന്നു. അല്ല, അതിനുശേഷം VK നായനാരുടെ മന്ത്രിസഭ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് അനുമതി കൊടുത്തു. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത് എന്തിനാണ്? ഓർക്കുന്നില്ലേ? കൂത്തുപറമ്പ് വെടിവെപ്പ് സഹകരണ മേഖലയിൽ ഈ കോളേജിന്റെ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കെതിരെയുള്ള ഡിവൈഎഫ്ഐയുടെ സമരമായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ്. അതിനുശേഷം അവരുടെ സർക്കാർ തന്നെ ഈ പറയുന്ന പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അനുവാദം കൊടുത്തു. ഞാൻ പറയുന്ന ഈ അനാവശ്യ സമരങ്ങൾ രാഷ്ട്രീയം, അതായത് ക്യാമ്പസുകളിലെ അമിത രാഷ്ട്രീയം, പ്രത്യേകിച്ച് അധ്യാപക സംഘടനകളിൽ രാഷ്ട്രീയം, അധ്യാപകർ കേരളത്തിൽ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയതോടുകൂടിയുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തകർന്നു. നമ്മൾ മന്ത്രി ബിന്ദുവിന്റെ ഇംഗ്ലീഷൊക്കെ നമ്മൾ കേട്ടല്ലേ, വേറെവർ ഐ ഗോ ഐ ക്യാരി ഇൻ മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഐ ക്യാരി മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. എന്ത് ഇംഗ്ലീഷാണ് ഇവര് പിന്നെ തൃശ്ശൂർ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. എന്നിട്ട് അവർ അതിനെ ന്യായീകരിച്ചു. ഞാൻ പറഞ്ഞത് ശരിക്കും ഒരു പ്രയോഗമാണെന്ന്. അങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷില്ല. നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ ഇവര് പറഞ്ഞതല്ല ഇങ്ങനൊരു വാചകം ലോകത്താരും ഇതുവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അപ്പം ഇങ്ങനെ ഒരു പ്രയോഗം ഒന്നും ഇംഗ്ലീഷിലില്ല. അപ്പം ഇതാണ് അധ്യാപകരുടെ ഗതി. ഒരു കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ആളിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലും ഇല്ല. പോകട്ടെ, ഇതൊന്നും നമുക്ക് പിന്നെ സത്യം പറഞ്ഞാൽ അന്യ സംസ്ഥാനക്കാരുടെ മുമ്പിൽ നമുക്ക് നാണം കെടേണ്ട സ്ഥിതിയില്ല. മലയാളത്തിലാണ് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ശരി, തീർച്ചയായിട്ടും ഞാൻ അങ്ങ് വിശദമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ ഭാവി എത്ര ഇരുളടഞ്ഞതാണ് കേരളത്തിൽ എന്ന് വ്യക്തമാക്കി. അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഉള്ള വീടും പറമ്പും ഒക്കെ വിറ്റും പണയം വെച്ചും വിദ്യാഭ്യാസ ലോൺ എടുത്തും ഒക്കെ അവർ ഈ വിദേശങ്ങളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ഒക്കെ പോയി പഠിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ഭയാനകമായ അവസ്ഥയാണ്. ഇതിന് എന്താണ് പരിഹാരം? ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു വരിയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഗൾഫിലേക്ക് പോയവര് കേരളത്തിലേക്ക് പൈസ അയക്കുമായിരുന്നു. പക്ഷേ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ പോകുന്നവർ പൈസ അയക്കില്ല. കാരണം അവർ ശ്രമിക്കുന്നത് അവിടുത്തെ PR പെർമനന്റ് റെസിഡൻസിയും പിന്നീട് സിറ്റിസൺഷിപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവി ശോഭനമാണെന്ന് ഒരു അമിത പ്രതീക്ഷയൊന്നും എനിക്കില്ല. തീർച്ചയായിട്ടും ശരി, വലിയ അപകടമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കാം. നന്ദി.